നയം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പോസ്റ്റ് ഓഫീസിന് സമീപം. ഞാൻ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് തൊട്ട് മുമ്പേ നമ്മൾ കണ്ടു ഒരു റോഡ് സൈഡിൽ ഒരു കൂടയിൽ രണ്ട് ഭക്ഷണപ്പൊതിയും ഒപ്പം ദാഹജലത്തിന്റെ ഒരു മൺകൂജയിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. അപ്പൊ അതിന്റെ ശില്പിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കെന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അത് നമുക്ക് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ചേട്ടന്റെ പേര്? രാജൻ. രാജൻ. എന്തെന്ന് ചേട്ടൻ? ഞാനൊരു ചെറിയൊരു ചന്ദനത്തിരിയുടെ ചെറിയൊരു സംരംഭം നടത്തുകയാണ്. അത് വലിയൊരു സ്ഥാപനമായിട്ടുണ്ടായിരുന്നു. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കൂട്ടിയപ്പം ഞാൻ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടാണ് ഇവിടേക്ക് താമസം മാറ്റിയതാണ്. അത് ശരി. അപ്പൊ റോഡ് സൈഡിലായതുകൊണ്ട് ഞാൻ ഈ ചന്ദനത്തിരിയുടെ വിൽപ്പനയുടെ ഒരു ബോർഡ് ചെറുത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഇത് കാണുമ്പോൾ നമ്മള് നല്ലൊരു സ്ഥിതിയിലാണെന്നുള്ള ധാരണയില് പലരും സഹായങ്ങൾ ചോദിച്ചും അതുപോലെ തന്നെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായത്തിന്റെ സ്ഥിതി അല്ല ഇപ്പൊ എനിക്ക്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ ഇതുപോലെ പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കും. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പൊതിഞ്ഞ് വാങ്ങിച്ച് അത് ടൗണിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ താമസാക്കിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല ഇതുകളും ആളുകളിൽ നിന്ന് തന്നെ വന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചു. ഇങ്ങനൊരു ആശയം ഉണ്ട്, എനിക്ക് മനസ്സിലായത്, നമുക്ക് ചെയ്തു തുടങ്ങിയത്. അതിനെന്താ നമുക്കുള്ളത്, നമ്മൾ ഇവിടെ വെക്കുന്ന സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മളിതില് ഒരു ദിവസം എല്ലാ ദിവസവും എത്ര പൊതി ചോറ് നമ്മൾ മാത്രം ഇപ്പൊ ചെയ്യുന്നുള്ളൂ. 2 പൊതി മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ശരി. ഞാൻ എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ നമ്മള് 2 പൊതി എത്ര മണിയാകുമ്പോൾ ഇവിടെ ചോറ് വെക്കും? ഇവിടെ ഒരു 12:30 ആകുമ്പോഴേ വെക്കുള്ളൂ. അത് ശരി. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും 2 പൊതി ഇവിടെ തന്നെ ചെലവാറുണ്ട്. ഇവിടെ തന്നെ ചെലവാറുണ്ട്. ചില ദിവസം ബാക്കി വരാറുണ്ട്. അത് നമ്മള് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ട എപ്പോഴും നമ്മളിങ്ങനെ വന്ന് നോക്കില്ല. കാരണം വെച്ചാല് മനുഷ്യന്റെ ഒരു പ്രത്യേക അവസ്ഥ എന്താ വെച്ചാല് അഭിമാനവും ദുരഭിമാനവും ഉണ്ട്. അപ്പോ ഈ അഭിമാനം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ദുരഭിമാനമുള്ള ആളുകള് നമ്മള് പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് കൂടുതൽ ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ ചിലപ്പോ മടി കാണിക്കും. ചിലപ്പോൾ നമ്മൾ വിശന്നാവും ഉണ്ടാവും, പക്ഷെ എടുക്കാൻ ചിലപ്പോൾ മടി കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സെന്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് സെന്റർ കാണുന്ന നല്ല ലക്ഷ്യമുള്ളൂ, 4 അടിയിലുള്ളൂ, അങ്ങനെ കാണാലോ. അവിടെ വെക്കാതെ ഇവിടേക്ക് ആക്കിയത് അതുകൊണ്ടാണ്. ആരും കാണാതെ എടുത്തിട്ട് പോട്ടെ കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ 4 മണിക്ക് ആകുമ്പോഴാണ് നമ്മൾ നോക്കുക. ചില ദിവസം 2 പോയിട്ടുണ്ടാവും, ചില ദിവസം 1 പോയിട്ടുണ്ടാവുള്ളൂ. 1 പോയിട്ടുള്ള ഒരു 3 മണിക്ക് ആകുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ അതെടുത്ത് സ്കൂട്ടറിൽ പോയി ആമ്പലൂരോ അല്ലെങ്കിൽ പുതുക്കട അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇവിടുത്തെ അടുത്തുള്ള ഇതുകൾ കൊടുത്തിട്ട് പോകും. അതല്ലാത്ത അവസരങ്ങളിൽ ഞാൻ ടൗണിലേക്ക് പോകുന്ന സ്ഥിരമായ എനിക്ക് ഓൾട്ടർനേറ്റീവ്സ് എന്റെ ഇതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് പല സാധനങ്ങളും വാങ്ങാനൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ടൗണിൽ പോയിട്ട് ആർക്കെങ്കിലും കൊടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ജോസ് തിയേറ്ററിന്റെ മുൻപില് ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടാണ് വന്നത്. അത് ശരി. എല്ലാ വർഷത്തിലെല്ലാം 12 മാസം ഉണ്ടാവും അതോ? അല്ല, ഇപ്പൊ ഇതിവിടെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ വെള്ളം വേനൽക്കാലത്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇത് ഞാൻ തുടരാനായിട്ടുള്ളൊരു ഇതുണ്ട്. ഞാൻ പലരായിട്ട് എന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളവര് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഒക്കേഷൻ വന്നവിടെ അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണം അതൊരു 1-2 പൊതികളാക്കി ഇവിടെ കൊണ്ട് ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ തന്നാൽ, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു കൊടയൊക്കെ വലിയൊരു കൊടയൊക്കെ സെറ്റ് ചെയ്യുന്നില്ല, അതിന്റെ അടിയിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അവർക്ക് ഇതിലാണ് നിൽക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സഹജീവികളോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഇത് ചേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയൊരു ഇനിഷ്യേഷനാണ്. അതിന് ഒരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് കണ്ട ഉടനെ തന്നെ വന്നിട്ട് ഞാൻ ഇതിന്റെ പിന്നിലുള്ള ചേതവികാരം, ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആശയം വരാനുള്ള കാര്യം എന്താണ്? ആശയം വരാന്ന് വെച്ചാല് നമ്മളുടെ ഇപ്പൊ നമ്മള് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഒരു ധൈര്യമായിട്ട് പറയാം, നമ്മള് നമ്പർ 1 എന്ന് പറയുന്നുണ്ട് കേരളം. യഥാർത്ഥത്തില് കേരളം നമ്പർ 1 ആണോ? ഒരിക്കലല്ല. അല്ലല്ലോ. എത്രയോ ആളുകൾ പട്ടിണിയായിട്ട് ദിവസം കടന്നു പോകുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയാവുന്നത്, ഞാൻ സത്യത്തിൽ ഏർപ്പട്ടിണിയിലാണ്, പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മളെ സഹജീവികൾക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് വിശപ്പിന്റെ വില പിന്നെ വിശപ്പും നമ്മുടെ എന്താണ് വസ്ത്രവും, അന്നവും വസ്ത്രവും, അത് മനുഷ്യന്റെ അടിസ്ഥാന ഘടകങ്ങളല്ലേ. അപ്പൊ അത് കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ 3 മാസമായിട്ടുള്ളൂ താമസാക്കിയിട്ട്. ആ താമസാക്കിയതിന് ശേഷം തന്നെ എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് ഇവിടെ കയറി പോകുന്നുണ്ടെന്ന് പറയും. ഓരോ ദിവസങ്ങളിൽ പല രൂപത്തിലുള്ള ആൾക്കാർ. ഇന്നലെ ഇലക്ഷന്റെ മറ്റേ ഇതിന്റെ തലേദിവസം ഒരാൾ വന്നിട്ട് ഇതുപോലെ ചിലപ്പോൾ ഭക്ഷണം ആയിട്ടുണ്ടായില്ല,
ഒരു 10:30 ആയപ്പോ വന്നിട്ട് ചോദിച്ചു പോയി. അത് ശരി. മിനിഞ്ഞാന്ന് ഇതേപോലെ ഒരാൾ വന്നിട്ട്, അപ്പൊ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആളോട്. ആയിട്ടില്ല, ഞങ്ങൾ അന്ന് മറ്റേ കുട്ടിയുടെ എന്തോ ഒരു കാര്യത്തിന് എടുത്ത് വൈകി. അപ്പൊ സാധാരണ എന്താ വെച്ചാൽ ഇപ്പോ ഈ സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് ഈ ആവശ്യമുള്ളവർ ആവശ്യമില്ലാത്തവരൊക്കെ 1-2 പ്രാവശ്യം എടുത്തുകൊണ്ട് പോകുന്നു. ഈ അങ്ങനെ വന്നപ്പോ നമ്മളൊന്ന് സമയം നീട്ടിയതാണ്. അതായത് ഇതിന്റെ അങ്ങനെ ചിലപ്പോ എന്റെ തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ അങ്ങനെ ഒരു ഇത് കണ്ട പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാനത് സമയം ഒന്ന് മാറ്റിയതാണ്. ഒരു 12 മണി. അപ്പൊ ആ വിശപ്പിന്റെ സമയത്ത് ആവശ്യമുള്ളവർ ഇതിലെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ വഴിയാത്രക്കാരോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവിടെ ഈ വഴിക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും കാരണവശാല് നമുക്ക് സാമ്പത്തിക ആ സമയത്ത് ഭക്ഷണത്തിനൊരു സാധ്യത കയ്യിലില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് 100 പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട് മാത്രമായിട്ട് എനിക്ക് അതിലല്ലാതെ വേറെ നമ്മൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മറ്റേ സ്റ്റാറ്റസ് ആക്കി ഇട്ടു. ആ സമയത്ത് ഗൾഫിലുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം എനിക്കൊരു 300 രൂപ ഇട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, രാമചന്ദ്രൻ ആ സുഹൃത്തിന്റെ പേര് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അദ്ദേഹം ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാമചന്ദ്രൻ ഞാൻ കാശിന് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, ദയവ് ഇത് ചെയ്യല്ലേ. എനിക്ക് അതപ്പോ ചിലപ്പോ എന്റെ ഇത് വേറെ ചിന്തയിലേക്ക് പോകും. എനിക്ക് പൈസ ഇപ്പൊ വേണ്ട, എനിക്ക് കുട മേടിക്കാനുള്ള ഒരു ഇത് ഇവിടെ ഇപ്പൊ ഞാൻ ഈ കുട കണ്ടോ, ഈ സാധാരണ ഒരു കുടയാണല്ലോ. അപ്പൊ അവിടെ ഭക്ഷണം അതിൽ വെക്കാൻ പറ്റില്ല. ഇവിടെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ പുറത്ത് ഇതിലാണ് വെക്കുന്നത്, കസേരയിലാണ് ഭക്ഷണം വെക്കുന്നത്. അപ്പൊ അത് മഴ തുടങ്ങിയാൽ നമുക്ക് ഇത് നടക്കും. അപ്പൊ ഒരു വലിയ കുട ഉണ്ടല്ലോ, വലിയ ഇത് കണ്ടിട്ടില്ലേ, ആ കുട ഒരെണ്ണം മേടിക്കാനായിട്ട് ഞാൻ വില ചോദിച്ചപ്പോൾ 1100 ആണെന്ന് പറഞ്ഞു. അപ്പൊ വരട്ടെ, ഒരു ദിവസം കഴിയട്ടെ എന്നിങ്ങനെ മനസ്സിലാക്കി ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ പൈസ ഇട്ട് തന്നത്. ഇത് ഞാൻ തൃശ്ശൂർ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഷാജൻ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഷാജൻ, ഞാൻ കുട വേണം, എനിക്ക് ഒരു 300 രൂപ ഇങ്ങനെ ഒരാൾ ഇട്ട് തന്നു, അതിനെന്താ പ്രശ്നം, ഇപ്പൊ ശരിയാക്കാൻ പറഞ്ഞു. ആൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കുട കിട്ടി. ഇപ്പൊ അതിന്റെ കാല് ശരിയാക്കുന്നത് ഒരു സ്റ്റാൻഡ് പോലെ റെഡിയാക്കിയിട്ട് വേണം അതിലേക്ക് ഇറക്കി വെക്കാൻ. അത് ശരിയായി. അപ്പൊ ഇനി അതും കൂടി വരുമ്പോ കുറച്ചും കൂടി ഇത് പുറത്തുനിന്ന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് വെക്കാനും ഇതിനൊക്കെ സൗകര്യം, വർഷകാലത്തേക്കും വളരെ ഉപകാരവും. അങ്ങനെ ഒരു കാര്യം കൂടി ഇപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ ചേട്ടനെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല, അതുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് ചാനലിലൊന്നും ഇടണ്ട എന്നാണ് ചേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 4 പേര് അറിയണം, അതുവഴി എനിക്ക് വലിയ ക്രെഡിറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. അപ്പോൾ എനിക്ക് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്ന ഒരാളാണ്, അതിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം പല ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഇങ്ങനൊരു സംഭവം ചോറ് പിന്നെ ഇങ്ങനെ വെക്കാനായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പം നമ്മളുടെ ഈ വീഡിയോ കാണുന്ന അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉള്ള ഇത് ചെറിയ എമൗണ്ട് അത് വേണ്ട, എനിക്ക് പണം വേണ്ട, ഈ കാര്യത്തിൽ പണം വേണ്ട. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അടുത്ത് ഇതുപോലെ അവർക്ക് ചെയ്യാലോ, അവരുടെ വീടിന്റെ പടിക്ക് ഇതുപോലെ ചെയ്യാം. ഈ കാണുന്നവർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഈ ഇപ്പൊ യാത്ര പോകുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യത്തിന് യാത്രയിൽ പോകുന്നവരാണെങ്കിൽ ഇത് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ യാത്രയിൽ പോകുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. സ്വന്തം ബാഗിൽ വെച്ച് കൊണ്ടുപോയി യാത്രയിൽ കൊടുക്കാം. ഇപ്പൊ മാർക്കറ്റിലേക്ക് പോണ ഒരാളാണ്, സഞ്ചി കൈ പിടിച്ചു പോകാം, സഞ്ചിയിൽ വെച്ച് ഇത് കൊണ്ടുപോയി അവിടെ ഉണ്ടാവും. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. നമ്മൾ ഒരു തരത്തിലും നമ്പർ 1 ആയിട്ടില്ല. പല കാര്യങ്ങളിലും നമുക്ക് പറയാം. പക്ഷെ ദാരിദ്ര്യത്തില് ഭക്ഷണത്തിന്റെ കാര്യത്തില് നമ്മള് സമ്പന്നരല്ല. അതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണല്ലോ, സമ്പന്നരല്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്താൽ മതി. എനിക്ക് സഹായം വേണ്ട, ഞാനുള്ളത് കൊണ്ട് ഉള്ളതുപോലെ കഴിയാവുന്ന ദിവസത്തിൽ ചെയ്യും. നിങ്ങളുടെ വീണ്ടും മുറ്റത്തും ഇതുപോലൊരു സംരംഭം, ദാഹജലം കൊടുക്കാനുള്ള ഒരു സംവിധാനമോ ഒരു ഭക്ഷണം പൊതിയോ കരുതണം എന്നുള്ളതാണ് ചേട്ടന്റെ ആഗ്രഹം. അപ്പൊ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. അത് തീർച്ചയായിട്ടും. ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോട്ടെ. ഞാനിപ്പോ ഒരു ടേബിളും കൂടി ഇപ്പൊ സെറ്റ് ചെയ്യും. ഈ കുടയുടെ കാല് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊപ്പം ഒരു ടേബിൾ കൂടി സെറ്റ് ചെയ്യാം. ടേബിളിന്റെ പുറത്ത് വെച്ചോട്ടെ, ആർക്ക് വേണമെങ്കിലും വെച്ച് പോവാം. വിശക്കുന്നവർക്ക് ആര് വേണമെങ്കിലും എടുത്ത് കഴിച്ചു പോയിക്കോട്ടെ, അല്ലേ? ചേട്ടനെയും ഇതിലെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സംരംഭം വഴി എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി ചേട്ടാ. താങ്ക് യു.